അമ്മ ഭയങ്കര ഡയറക്ടർ, നമ്മള് വിചാരിച്ചതിന്റെ അപ്പുറം. ഇവിടെ എത്തിയതും തുടങ്ങി ഭയങ്കര ഷൂട്ടിംഗ് ആണ്. അത് അങ്ങോട്ട് വന്നാ മതി. ഹലോ, അപ്പൊ നമ്മള് കോഴിക്കോടിലേക്ക് പോവാൻ നിൽക്കട്ടോ. ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. രാവിലെ 6 മണിയായിട്ടോ. അപ്പൊ നേരത്തെ അമ്മയും ഡാഡിയും ഒക്കെ കുറേ ഭക്ഷണമൊക്കെ ആയിട്ട് 3 മണിക്ക് എണീറ്റിട്ട് അമ്മ കുറെ സാധനമൊക്കെ ഉണ്ടാക്കിട്ട് വന്നിട്ടുണ്ട്. ദിവസം രാവിലെ 5:30 എണീറ്റതാണ് കേട്ടോ. കാണിച്ചരാം. ഓക്കെ ഏട്ടാ, പോവല്ലേ? എവിടെ കുഞ്ഞെവിടെ? എവിടെ മോനെ? പോവാ? ഹാപ്പി? യെസ്. അപ്പതാ ഡിക്കി മുഴുവൻ എവിടെ മാറണ്ടാടി, മാറ്റണ്ടാടി ഒന്ന്. അതാ കുറേ സാധനങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മള് ഭക്ഷണം വഴിയരികെ കഴിക്കുമ്പോ എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അമ്മ ശരി, ബൈ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് 2.5 മണിക്കൂറായില്ലേട്ടാ താമരശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. നമ്മളൊരു ആവശ്യമുണ്ട് അവിടെ. എന്താ തുടങ്ങിയ ആശ. നമ്മുടെ കുഞ്ഞൂസ് അവിടെ കുറച്ചു നേരം കഴിഞ്ഞ് ഉറങ്ങിയിട്ട് ആള് 2 പില്ലോ ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളി ഉറങ്ങാണ്. എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് തുറക്ക് നോക്കട്ടെ. വിശന്നല്ലേ? സമയം 9 മണിയൊക്കെ ആയിട്ടോ. നമ്മൾ 6:15 ഇറങ്ങിയത്. ഓക്കെ, ഓപ്പൺ ചെയ്തെന്ന് നോക്കട്ടെ. ഇന്നിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. റോഡില് നല്ല റോഡാണ് ഇപ്പോ. നമ്മൾ വളാഞ്ചേരി വഴി വരാന്നാ ഉദ്ദേശിച്ചല്ലേ. പിന്നെ റൂട്ട് മാറ്റി. ഇത് നോക്കൊരു ലോഡാക്കി തന്നിട്ടുണ്ട്. മീൻസ് ചട്നി ആക്കിയിട്ടില്ല കേട്ടോ. നമ്മള് വോമിറ്റ് ചെയ്യും പറഞ്ഞിട്ട് തേങ്ങയൊക്കെ ആയിക്കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യില്ലേ. അതുകൊണ്ട് ഇതാ ഏട്ടനും കുഞ്ഞൂസിനും ഇഷ്ടപ്പെട്ട ദാലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ അമ്മ 3 മണിക്ക് എണിച്ച് അച്ഛനും അമ്മയും കൂടി ഉണ്ടാക്കിയതാ. പിന്നെ എന്താ അതെന്തൊരു സംഭവം ഉണ്ട് എന്നൊക്കെ. എന്താ കയ്പയാണോ? അല്ല, ഉരുളക്കിഴങ്ങ. കഴിക്കല്ലേ? കുഞ്ഞൂസിനെ വിളിക്കണം അല്ലേ? ചോറും സച്ചിനും മുട്ടയൊക്കെ ഉണ്ടോ? മുട്ടയൊക്കെ ഉണ്ടോ? ചോറുണ്ട്. ചോറ് എന്തിനാ കൊടുത്തത് ശരിക്കല്ലേ? നമ്മളിപ്പോ എത്തില്ലേ കോഴിക്കോട്? കോണ് അല്ലേ? കോണുണ്ട്. പിന്നെ കുറച്ച് അവില് നനച്ച്. അത് കുഞ്ഞൂസിന് ഇഷ്ടമാണ്. കാരണം അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വിളിച്ചിട്ടില്ല. കാരണം അത്യാവശ്യമായിട്ട് കറക്റ്റ് ഒരു 10 മണിയാകുമ്പോഴേക്കും 10:30 ആകുമ്പോഴേക്കും സ്ഥലത്ത് എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വിളിച്ചിട്ടുണ്ടാവും. അരീക്കോടല്ലേ ഇപ്പൊ? അരീക്കോട് കഴിഞ്ഞു അല്ലേ? അരീക്കോട് കഴിഞ്ഞ് വെറ്റിലപ്പാറ. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോ എല്ലാവരും ചോദിച്ചു ത്രോട്ടിന് എന്താ പ്രശ്നം. മൊത്തത്തിൽ പോയി കിടക്കാണ് അല്ലേ? കുഞ്ഞിന് ജലദോഷം സ്പ്രെഡ് ആയതാ. താമരശ്ശേരി അങ്ങോട്ട് എയർപോർട്ട് ഇങ്ങോട്ട്. അതിന് വെക്കേഷൻ ആയതുകൊണ്ട് അല്ലേ റോഡ് നല്ല ഒഴിവാട്ടോ. സ്റ്റാർട്ടായി അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ എന്താണ് അമ്മേന്റെ വീട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും വിചാരിക്കണം അല്ലേ? എന്നത്തും കൂടെ കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി നിങ്ങളുടെ വെക്കേഷൻ പരിപാടിയൊക്കെ എന്താണെന്നൊന്ന് പറയണം. നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് നേരെ സിനിമയ്ക്ക് പോകുന്നുണ്ട്. കോഴിക്കോട് പോയത് നമ്മുടെ സിനിമയ്ക്ക് അതിനു വേണ്ടി മാത്രം വന്നത്. അവതാരം കാണുന്നത്. കുറെ ബീച്ചിലൊക്കെ പോയിട്ട് കുറെ ആയി. കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ട് കോഴിക്കോട് ബീച്ചിൽ പോകണം, കാപ്പാട് ബീച്ചിൽ പോകണം, ഹൈലൈറ്റ് മാള്, ഗോകുലം മാള്, കൊറേ അതിന്റെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ. എന്തായാലും കഴിക്കട്ടെ, വിശന്നിട്ട് മതിയായി. നമ്മള് ബാലുശ്ശേരി എത്തിയിരിക്കാം കേട്ടോ. നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞു അല്ലേ? നോക്ക് ഒരാളെ ഇരിക്കുന്നു നോക്ക്. രാവിലെ ഉറങ്ങി, അവിടെ നിന്ന് ഉറങ്ങി. പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ കുറച്ചു നേരം എണീറ്റിരുന്നു. പക്ഷെ ഭക്ഷണം ഒന്നും കഴിച്ചില്ല കേട്ടോ. അവൻ എന്താ കഴിച്ചേ? നൈറ്റ് അല്ല, രാവിലെ വരുമ്പോ കോൺ മാത്രമേ കഴിച്ചുള്ളൂ. ചോളം പുഴുങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമേ കഴിച്ചത്. ഏട്ടൻ കഴിക്കാനൊക്കെ എടുത്ത്. എന്തൊക്കെയുള്ളത്? ചോറ് എന്തോ ഒരു ലോഡ് ഉണ്ടല്ലോ. മോൻ അവിടെ തളർന്നു പോയതാ. മുട്ടയൊക്കെ രാവിലെ 4 മണിക്ക് 3 മണിക്ക് എണീറ്റ് മുട്ട പഴം എല്ലാം പുഴുങ്ങി ആക്കിയിട്ടുണ്ട്. മോനത് അത്രയൊന്നും കഴിക്കില്ല അപ്പാ. അതെന്ത് സാധനം കാണിച്ചെടുക്ക് മോനെ, കാണിക്കപ്പാ. അതെന്താണ്? ബാറ്റ് വറ്റലാണ് കേട്ടോ. അത് വറ്റ് കൊണ്ടാട്ടമാണ്. ബാറ്റിന്റെ ഷേപ്പിലുള്ളത്. അതിലൊക്കെ ആക്കിയപ്പോ
കുറച്ച് കടല പുഴുങ്ങിയതുണ്ട്, പിന്നെ ചോറുണ്ട്, ഇതൊക്കെയാണ്. അപ്പൊ നടു റോട്ടിലായിരുന്നു രാവിലത്തെയും ഉച്ചക്കത്തെയും ഭക്ഷണം അല്ലേ? അപ്പൊ കഴിക്ക്. ഓക്കെ, അതൊരു ചേട്ടന്മാര് നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. യെസ്, ഇങ്ങോട്ടാണ് അവര് തിരിച്ചു. ആണോ? ഓക്കെ, അതന്നെയാണ്. കഴിക്ക്. അപ്പൊ നമ്മള് കഴിക്കട്ടെ, എന്നിട്ട് നേരെ ഇനി എന്താ പരിപാടി ഏട്ടാ? സിനിമക്ക് നമ്മളിപ്പോ ബുക്ക് ചെയ്തു കേട്ടോ. ഏതാ സിനിമ മോനെ പറയും? മെയിനായിട്ട് കോഴിക്കോടാണ് ആദ്യം എനിക്ക് അതെ. ഓക്കെ, അപ്പൊ നമ്മള് സർവ്വമായിക്ക് ടിക്കറ്റ് ഇപ്പൊ ഇരുന്നിരുന്ന് ഒന്ന് റിവ്യൂ നോക്കിയപ്പോ അല്ലേ അങ്ങനെ ചെയ്ത കേട്ടോ. അതാ സർവ്വമായിക്ക് നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് മോളില് വൈകിട്ട് 4:00-ക്കാണ് ടിക്കറ്റ്. അല്ലടോ, 2:30-ക്ക് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇപ്പൊ 12:30-ആയി. നേരെ ഭക്ഷണം കഴിച്ച് നേരെ വീടെത്തി. അവിടെ ലഗേജ് ഒക്കെ ആക്കി അവരവിടെ അമ്മയൊക്കെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക അല്ലേ? അപ്പൊ അവിടെ പോയിട്ട് ആ കൂടി തിരക്കാകണ്ട അവിടെ നമ്മളിവിടെ നിൽക്കാണ് ഇല്ല. പിന്നെ എന്തായാലും ചോറൊക്കെ രാവിലെ നേരത്തെ ആക്കി തന്നോണ്ടേ പിന്നെ അതിങ്ങനെ വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. വീട്ടില് ചോറുണ്ടാവുന്നാലും ഇവിടെ തന്നെ നമ്മൾ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഇനി അവിടെ എത്തുമ്പോ കുറച്ച് സമയം എടുക്കും. ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് വീട്ടിലേക്ക്? അപ്പൊ ഒരു മണി കഴിഞ്ഞ് എത്തും. പിന്നെ 2:30-ക്ക് നമ്മള് 4:30-ക്ക് സിനിമയാണ്. 2:30-ക്ക് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങും. ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ കോഴിക്കോട് ബീച്ചിൽ പോയിട്ട് കുറേ കോഴിക്കോട് ബീച്ച് ഞങ്ങൾ ആഴ്ചക്ക് പോകുന്നത് ഭയങ്കര മിസ്സിംഗ്. കോഴിക്കോട് കാപ്പാടൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കുറെ ബീച്ചിൽ പോകണം, എന്നിട്ട് വീണ്ടും പോകണം കേട്ടോ. ചെറിയ കാര്യമുണ്ട്. അതെ, കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് വീണ്ടും വരും. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിന് വേണ്ടിട്ടാണ്. എന്നിട്ട് വീണ്ടും വരും. ഒരു 10 ദിവസം കൊണ്ട് വീണ്ടും തിരിച്ചു വരും കോഴിക്കോട്. 2 ദിവസം കഴിഞ്ഞാൽ ഇനിയും നമ്മൾ പാലക്കാട് പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കോഴിക്കോട്. അതെ, കോഴിക്കോട് 10 ദിവസം ഉണ്ടാവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇവരെന്താ വല്ല ഉടായ്പ പണിയാണല്ലോ എന്നൊക്കെ. അപ്പൊ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു തുടങ്ങി, രണ്ടാളും. ഞാനും കൂടി കഴിക്കട്ടെ. അപ്പോഴേക്കും സിനിമ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എത്തണം അല്ലേ? പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് പോവാ അല്ലേ പനാ? അതെ, സിനിമക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞിനെ സിനിമ കാണാന്ന് പറഞ്ഞാ നല്ല സിനിമ, കുട്ടികളുടെ കോമഡി സിനിമ കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. അറിയില്ല, റിവ്യൂ കേട്ടപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് പോവാണ്. എന്തായാലും സിനിമ കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ പറയാട്ടോ അതെങ്ങനെയാണെന്നുള്ളത്. അടിപൊളി. ഹൈലൈറ്റ് മോളില് വരുന്ന നമ്മളല്ലേ? എന്തായാലും നാളെ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ക്രിസ്മസ് നമ്മള് ഹൈലൈറ്റ് മാളിലും കോഴിക്കോട് ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വിശേഷമൊക്കെ ബാക്കി കാണിക്കാം. ഇനി വീടെത്തിയിട്ട് കാണിക്കാട്ടോ. എന്താണ് പോയി ക്യാമറ എടുത്തിട്ടോ? സച്ചു വന്നു. എന്താ ക്യാമറ എടുത്തോ? സച്ചു പോയി ക്യാമറ എടുത്തോ? ഇവിടെ എത്തിയതും തുടങ്ങി ഭയങ്കര ഷൂട്ടിംഗ് ആണ്. അതങ്ങോട്ട് വന്നാ മതി. പോട്ടെ ഇവിടെ പൊരിഞ്ഞ ഷൂട്ടിംഗ് ആണ് കേട്ടോ. കാണുന്നില്ല. കൃഷ്ണന്റെ അമ്മയൊക്കെ ഉണ്ട്, കൃഷ്ണന്റെ മോനുണ്ട്, കാർത്തി അല്ലേ? ഷൂട്ടിംഗ് തിരക്കാണ്. എന്താണ് എടുത്തിരുന്നോ? കഴിഞ്ഞോ? അമ്മ ഭയങ്കര ഡയറക്ടർ, നമ്മള് വിചാരിച്ചതിന്റെ അപ്പുറം. സൈലന്റ് ആട്ടോ, അത് ഷൂട്ടിംഗ് നടക്കുകയാണ്. ഓക്കെ, എന്താ പ്രശ്നം? ഇതൊരു വീടാ. നീ എന്തൊക്കെയൊക്കെ കാണിച്ചുണ്ടാക്കുന്നത്? നിങ്ങളുടെ മോനെ എന്റെ മോൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ മോശമായി നടക്കൂ. മക്കൾ നടക്ക്, അവളവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ തുടങ്ങി. അതെ, സമയം 3:30 ആയിട്ടോ. നമ്മള് വീടെത്തി അവിടെ ഒരു യുദ്ധം. അതെ, അവിടെ ഷാജഹാനും എന്താണ്
അമ്മ നിർത്തി പോയിക്കോട്ടെ എല്ലാരും. അമ്മ ഷൂട്ടിങ്ങിൽ ഭയങ്കര ഡയറക്ടർ മികവ് സൂപ്പറായിട്ട്. അവന്റെ ഞാൻ ഡയറക്ടർ ഇങ്ങനെ കേട്ടു. അമ്മ അടിപൊളിയായിട്ട് ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ. എന്താ അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു കേട്ടോ. അവിടെ ജുവാൻ നിന്നിട്ട് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നില്ല. അവിടെ കൃഷ്ണൻ, നമ്മുടെ കൃഷ്ണന്റെ മോനും പിന്നെ നമ്മുടെ എന്താ കുട്ടി സോലിയും കൂടി ഇവര് ഹൈഡ് ആൻഡ് സീക്ക് എല്ലാം നമുക്ക് പിന്നെ സിനിമ സമയം ഞാൻ പിന്നെ സിനിമന്റെ ആളാണ്. എല്ലാ റിലീസ് പടം ആദ്യമായിട്ട് കാണും. കണ്ടിട്ട് കണ്ണാത്ത ആളെ പോലെ വിചാരിക്കുന്നത്. കണ്ണ് ഭയങ്കര ചുവന്നിട്ടാണ് ഇടുന്നത്. നല്ല വെയിലല്ലേ? നല്ല വെയില്, ഭയങ്കര വെയില്. അപ്പൊ ക്രിസ്മസ് ആയിട്ട് നേരെ സിനിമ കാണുന്നത്. എല്ലാ റിലീസ് പടവും കാണും സർവമയം ഇന്നാണ്. അപ്പൊ നാളെ നമുക്ക് ഇതില്ല അല്ലെ സച്ചു? നാളെ നമുക്ക് ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇന്ന് ഓൾമോസ്റ്റ് സിനിമ കാണാൻ പറഞ്ഞത്. ഋഷഭന്റെ ഇത് അറിയില്ല കേട്ടോ. ഋഷഭന്റെ ഞാൻ റിവ്യൂ നോക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഋഷഭയും കൂടി കയറണമെന്നുണ്ട് സീറ്റ്. സിനിമ കിട്ടുക. പിന്നെ നേരെ ബീച്ച്, കോഴിക്കോട് ബീച്ചിൽ പോകണം അല്ലെ? എത്ര മണിക്ക് സിനിമ കഴിയും? 2.5 മണിക്കൂറാ സിനിമ. അപ്പൊ 5, 6, 7 മണിക്ക് കഴിഞ്ഞ് നേരെ കോഴിക്കോട് ബീച്ചിലുണ്ടാവും. എന്നിട്ട് നേരെ വീട്ടിൽ നാളെ ഷൂട്ടിംഗ് തുടങ്ങും കേട്ടോ. നമ്മുടെ കോഴിക്കോട് കുറച്ച് ദിവസം ഉണ്ടാവും വിചാരിക്കുന്നു. പക്ഷെ ഒരു ചെറിയൊരു കാര്യമുണ്ട്. അയാൾ വിളിക്കുകയാണെങ്കിൽ ചിലപ്പോ നമ്മള് നാളെ അല്ലെങ്കിൽ മറ്റന്നാളിനെ തിരിച്ചു പോകും, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ബാക്കി ഹൈലൈറ്റ് മോള് എത്തിയില്ലേ? ഹൈലൈറ്റ് മോളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം അല്ലേ? ഓക്കെ, എത്താറായിട്ടോ. അപ്പൊ നിങ്ങളെ ഏതാണ് നിങ്ങളെ ക്രിസ്മസ് ഡേ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്യണം. ലാസ്റ്റ് നിങ്ങൾ ഏത് സിനിമ കണ്ടെന്നൊന്നും കൂടി പറയണമെങ്കിൽ സൗണ്ട് മൊത്തത്തിൽ പോയിരിക്കുകയാണ്. ഭയങ്കര ചിരട്ടിട്ട് ഉറച്ച പോലെ ഉണ്ട്. സാരല്ല, എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഹൈലൈറ്റ് മാൾ എത്തിട്ടോ. ഭയങ്കര തിരക്കുണ്ട്. സെക്യൂരിറ്റി റോഡിലേക്കൊക്കെ ഇറങ്ങി. അതാ അവിടെ നമ്മളൊക്കെ ഭയങ്കര തിരക്കാണ്. പക്ഷെ രാത്രി ഇതിനേക്കാളും തിരക്കായിരിക്കും കേട്ടോ. ഇപ്പൊ അത്ര ഇല്ല. അതെ അതെ, കോഴിക്കോട് ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ മോളിലേക്ക് വന്നിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ലൈക്കും അടിക്കണേ, സബ്സ്ക്രൈബും ചെയ്യണേ. അല്ലാതെ രസമുണ്ട്. ക്യാമറ തീരെ പിടിക്കുന്നു. കുഴപ്പമില്ല, നല്ല ക്യാമറ പിടിക്കുന്നുണ്ട്. പക്ഷെ പൈസ ഒപ്പിക്കണ്ടേ? കുട്ടിക്കുറുമ്പൻ എടുക്കുക. എങ്ങനെ, ബിഗ് സൈസ് ആണോ? ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കട്ടെ. ഇല്ല, ബിഗ് സൈസ് അല്ല, 2, 3 റെഡിയാ മോനെ? അങ്ങനെയല്ല ഇടുക. ഓക്കെ, അപ്പൊ ചെറുതാക്ക. ഓക്കെ, അപ്പൊ കുഞ്ഞൂസിന് വേണ്ടത് എടുക്കാം കേട്ടോ. വേറെ കളേഴ്സ് ഇഷ്ടപ്പെട്ടത് എടുത്തോ മോനെ. അതാ നോക്ക് മോനെ. ഓഫർ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് 3499 ആക്കാൻ വേണ്ടി എടുക്കാം. ആർക്ക് വേണ്ടി ഭർത്താവ് പർച്ചേസ് ചെയ്യണം? എന്താ ആണോ? നോക്കട്ടെ, എന്തായാലും എടുത്തൊന്നല്ലേ ഇട്ടോക്കാം. എടുത്തെന്നോ? ഇങ്ങനെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് വേണ്ടി പർച്ചേസ് ചെയ്യണമെന്ന് പറയണം കേട്ടോ. പോവല്ലേ, ഞാൻ ഉണ്ടാവാ. ടോയ്സോ? വാ നടക്ക് മക്കളെ, എടുത്തോ. ഓക്കെ, അപ്പൊ സമയം 9:45 നമ്മള് എത്ര മണിക്ക് ഇറങ്ങിയത്? 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 9:40. എന്താണ് പറയാ, നമ്മളിന്ന് മൂവിക്ക് റിവ്യൂ പറയാത്ത ആൾക്കാരാണ്. പക്ഷെ നല്ല രസമുണ്ട്, അടിപൊളി മൂവി. നിവിന്റെ ഒരു ബാക്ക്, നിവിന് കുറെ കാലമായിട്ട് കംബാക്ക് എന്ന് പറഞ്ഞ ഒരു അടിപൊളി നല്ലൊരു കോമഡി കേട്ടോ. ഫാമിലി ആയിട്ട് പോയി കണ്ടോളൂ. അജു വർഗീസ് ഒക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സ്റ്റോറി. ഒരു ലോജിക്ക് അങ്ങനെ നോക്കരുത്, പക്ഷെ സൂപ്പർ രസം. കണ്ടു അറിയില്ല, ഇങ്ങനെ കുറെ ചിരിക്കുക.
പാലക്കാടിന്റെ അല്ലേ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളി. സത്യൻ അന്തിക്കാടിന്റെ അതേ മൂവി അദ്ദേഹത്തിന്റെ മകൻ ചെയ്ത അഖിൽ സത്യനാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല രസം. നമ്മൾ ഈ ഹൃദയപൂർവ്വം കണ്ടില്ലേ അതേപോലെ ഇങ്ങനെ നിവിൻ എന്താണ് പഴയ നിവിനില്ലേ, നിവിൻ പോളി അടിപൊളി നല്ല രസം. അച്ചു വർഗീസ് ഒക്കെ നല്ല രസം, നല്ല രസം, കോമഡി ആയിട്ട് നല്ല രസമുണ്ട്. ജനാർദ്ദൻ സാറുണ്ട്, എല്ലാവരും അടിപൊളിയൊക്കെ ഉണ്ട്. സൂപ്പർ മൂവി. അപ്പൊ ഈ ഫാമിലി അല്ലേ അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ഫാമിലി ആയിട്ട് പോയി കണ്ടോളൂ. സുഖമായിട്ട് അടിപൊളി നല്ല പടമാണ് എന്തായാലും. സൂപ്പർ മൂവിക്ക് റിവ്യൂ എന്ന് പറയാത്ത ആൾക്കാരെ, പക്ഷെ നമ്മൾ നല്ല പടത്തിന് അത്രയും അവർ എഫേർട്ട് എടുത്ത് ചെയ്താണല്ലോ. നിവിൻ ഇസ് ബാക്ക്. അപ്പൊ കഴിഞ്ഞു. ഇന്ന് നമ്മള് പോവാണ്. ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, നമ്മള് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് കണ്ടിട്ട് അല്ലെ. കുഞ്ഞൂസിന് കുറച്ച് ഡ്രസ്സ് എടുത്തു, ഏട്ടനെടുത്തു, എനിക്ക് 2 ഡ്രസ്സ് എടുത്തു. അങ്ങനെ കുറച്ച് അവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഇനിയിപ്പോ ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ്. അതിന്റെ കുറെ തിരക്ക്. കോഴിക്കോടത്ത് എനിക്ക് സന്തോഷം, അടിപൊളി. കോഴിക്കോടത്ത് ഇനിയിപ്പോ നാളെ കോഴിക്കോട് ബീച്ചിൽ പോകാൻ പറഞ്ഞാൽ നടന്നില്ല, സമയമായിട്ട്. ഇന്ന് പോവാന്ന് വിചാരിച്ചതായിരുന്നു. ന്യൂ ഇയർ പറഞ്ഞ പുതുവർഷം, ജനുവരി ആയ ന്യൂ ഇയർ ആയി. ജോന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പൊ നാളെ കോഴിക്കോട് ബീച്ച്, കാപ്പാട് ബീച്ച് കവർ ചെയ്യണം. കാരണം കോഴിക്കോട് മിസ് ചെയ്യുന്നുണ്ട്. നാളെ ഷൂട്ടിംഗ് ഉണ്ട്, അതെല്ലാം വേണം. നാളെ കുറച്ച് തിരക്കാണ്. അപ്പൊ ചിലപ്പോ നമുക്ക് അറിയില്ല, മറ്റന്നാളൊരു വിളി വന്നാൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും പാലക്കാട് പോകേണ്ടി വരും. അപ്പോഴേക്കും ടയർഡായി കുഴഞ്ഞ് വീഴുന്നത് തോന്നുന്നു. എന്തായാലും ആവശ്യങ്ങളല്ലേ. അതെ, അപ്പൊ അടുത്ത വ്ളോഗിലേക്ക് കാണാം. അതായിരിക്കും ബൈ.